കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഫോണിൽ അലാം വെക്കേണ്ടതില്ല. ഇറാനാണോ ഹിസ്ബുള്ളയാണോ എന്നറിയില്ല. ആരായാലും രാവിലെ തന്നെ അലാറം വെച്ച് വിളിച്ചെണീപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസത്തെയും റൊട്ടീന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. അലാം വരുമ്പോൾ സേഫ്റ്റി റൂമിലേക്ക് പോകണം എന്ന് മാത്രം. ഇവിടെ വന്നതിന് ശേഷം ഞാൻ കണ്ണാടിയുടെ മുന്നിൽ അധികം നിൽക്കാറില്ല കേട്ടോ. കാരണം ദേ ഈ മുടികൊഴിച്ചിൽ തന്നെ. കാലാവസ്ഥ, ഭക്ഷണം, വെള്ളം ഇതങ്ങ് മാറിയത് മുടിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല മാർഗം കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. യുദ്ധം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നത്തേക്ക് 13 ദിവസമായിട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവിടെ വന്നിട്ട് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ നാട്ടിൽ നിന്നുള്ള ഫോൺ കോളുകളും. അപ്പോൾ ചെറിയൊരു സന്തോഷമൊക്കെ തോന്നിട്ടോ. കാരണം ഈ ഒരു സിറ്റുവേഷനിലും നമ്മളെ ചേർത്ത് പിടിക്കാൻ ആൾക്കാരുണ്ടല്ലോ. എന്നിരുന്നാലും ഞാനിവിടെ സേഫാണ് കേട്ടോ. ഇവിടെ വീട്ടിൽ തന്നെ ഷെൽട്ടർ ഉള്ളതുകൊണ്ട് അലാം വരുമ്പോൾ പുറത്തേക്കൊന്നും പോകേണ്ടതില്ല കേട്ടോ. എല്ലാവരും ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, നിന്റെ അപ്പാപ്പനും അമ്മാമ്മയും ഷെൽട്ടർ റൂമിലേക്ക് വരാറില്ലേ എന്ന്. വരാറില്ല കേട്ടോ. കാരണം ഞാൻ തിരക്കിയപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ, നീ സേഫായിട്ടിരിക്കൂ എന്നായിരുന്നു. എന്നിരുന്നാലും ഓരോ സൈറന് ശേഷവും ഞാൻ അവരെ അന്വേഷിക്കാറുണ്ട് കേട്ടോ. ഓരോ ദിവസവും അവരോടുള്ള ഒരു ആത്മബന്ധമില്ലേ, അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. രക്തബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും എൻ്റെ ആരൊക്കെയോ ആണ് അവരെന്ന് തോന്നൽ എനിക്കുണ്ട് കേട്ടോ. എന്നത്തെയും പോലെ ഇന്നും രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞു. ഉച്ചത്തേക്കുള്ള ഫുഡും റെഡിയായി കേട്ടോ. എന്താണെന്നറിയില്ല, ഇന്നെന്തോ ചെറിയൊരു മടി പിടിച്ചു. അതുകൊണ്ട് തന്നെ ഒറ്റൊരു കറി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. പാർട്സ് കറിയും വെച്ചു, ചോറും. ചോറ് കഴിച്ചതിന് ശേഷം പിന്നെ മുറ്റത്തേക്ക് അങ്ങ് ഇറങ്ങി. കാലിയായിരിക്കുന്ന 1-2 ചെടിച്ചട്ടികൾ കണ്ടപ്പോൾ വിചാരിച്ചു, എങ്കിൽ അതിലും കൂടെ 1-2 ചെടികൾ അങ്ങ് നട്ടേക്കാം. ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നമുക്ക് വീടിൻ്റെ പുറംഭംഗിയോടല്ലേ താല്പര്യം. പക്ഷേ ഇവിടെയുള്ളവർക്ക് വീടിൻ്റെ പുറംഭംഗിക്ക് അത്ര പ്രാധാന്യമൊന്നുമില്ല കേട്ടോ. വീടിൻ്റെ ഉൾഭാഗങ്ങൾ കൂടുതൽ ഭംഗിയാക്കി വെക്കാനാണ് അവർ ശ്രദ്ധിക്കാറുള്ളത്. എന്തായാലും പൊടി പിടിച്ച് കിടന്ന സ്ഥലം ഞാൻ വൃത്തിയാക്കിയെടുത്ത് 1-2 ചെടിച്ചട്ടികൾ ചെടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സാഹചര്യത്തിൽ ഞാനൊരു എമർജൻസി ബാഗ് പാക്ക് ചെയ്ത് വെക്കും കേട്ടോ. ഷെൽട്ടർ റൂം വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ ഈ ബാഗ് സ്റ്റാർട്ടിങ് മുതലേ ഷെൽട്ടർ റൂമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഈ ബാഗിൽ എൻ്റെ പാസ്പോർട്ടും അത്യാവശ്യം ചില സാധനങ്ങളുമായിട്ട് ചെറിയൊരു ബാഗ്. ഓരോ അലാം വരുമ്പോഴും ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ഇനി അങ്ങോട്ടേക്ക് ഓടേണ്ടി വരരുതേ എന്ന്. ഈ സാഹചര്യത്തിൽ നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരോട് ഒന്നേ പറയാനുള്ളൂ, സേഫായിട്ടിരിക്കുക, ദൈവത്തെ മുറുക്കെ പിടിക്കുക, ഒപ്പം പ്രാർത്ഥനകൾ. ഈ നേരവും കടന്നു പോകും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാവേ. ബായ്.